നമുക്കിന്ന് തവ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ഞാൻ ഉണ്ടാക്കാൻ വൈകി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഹിമ ഈ തവ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഒരു 3-4 മാസങ്ങളിലായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടി, അതുകൊണ്ടാണ് സോറി ഡിയർ. അപ്പോൾ ഇനി ഉണ്ടാക്കി കഴിക്കും കേട്ടോ. ഈ ഒരു ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, അധികം ടൈം വേണ്ട. നമ്മളിപ്പോൾ സവാള മുറിച്ച് ചേർക്കാതെ ഒന്നും വേണ്ട. സവാള ചേർത്തിട്ടും തവ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം, സവാള ചേർക്കാതെയും ഉണ്ടാക്കാം. ഞാനിപ്പോൾ സവാള ചേർക്കാതെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളീയരുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയുടെ കൂടെയാണ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിച്ചാലും അപ്പത്തിന്റെ കൂടെ കഴിച്ചാലും ഒക്കെ ടേസ്റ്റ് ആണ്. പൊറോട്ടയാണ് ഈ ചിക്കൻ ഫ്രൈയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കണ്ട, വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എല്ലുള്ള ചിക്കൻ ഉപയോഗിച്ചിട്ടും ചെയ്യാം, എല്ലില്ലാത്ത ചിക്കൻ ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമ്മൾ ബോൺലെസ് ചിക്കൻ വെച്ചിട്ട് ചെയ്യാം. ഇല്ല വലിയ ആളുകൾക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലുള്ള ചിക്കൻ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തവ ചിക്കൻ ഫ്രൈ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ തവ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിപ്പോൾ ബോൺലെസ് ചിക്കനിലും ചെയ്യാം, എല്ലുള്ള ചിക്കനിലും ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലുള്ള ചിക്കൻ ആകുമ്പോൾ നമ്മുടെ പാനിൽ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രസ്റ്റ് പീസ് അവൈലബിൾ ആണെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് തന്നെ എടുക്കൂ. ഇത് 600 ഗ്രാം ഉണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, 2 തക്കാളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, മല്ലിയില, ബട്ടർ, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെജിറ്റബിൾ ഓയിലും വേണം, പിന്നെ മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇതിപ്പോൾ സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ അല്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്. അപ്പോൾ ബട്ടർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ബട്ടർ ചേർക്കുമ്പോൾ ഈ ചിക്കൻ ഫ്രൈക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ചെങ്കിലും ബട്ടർ ചേർക്കുകയാണ് നല്ലത്. ആദ്യം നമുക്ക് ചിക്കൻ കട്ട് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുക്കാം, മല്ലിയിലയും മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പീസ്, സാധാരണ നമ്മൾ ചില്ലി ചിക്കൻ കട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി വലിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ ഒരു വലിപ്പത്തിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കുക്കായി വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ചുരുങ്ങി വരും. അപ്പോൾ ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുക്കായി വരുമ്പോൾ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ വലിപ്പമുള്ള പീസായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ബ്രസ്റ്റ് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി മല്ലിയിലയും കൂടി ചെറുതായിട്ട് മുറിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി. അപ്പോൾ നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഇല്ല ജിഞ്ചറും ഗാർലിക്കും സെപ്പറേറ്റ് ആയിട്ട് പേസ്റ്റ് ആയിട്ട് ചേർക്കുകയാണെങ്കിൽ 3/4 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 3/4 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ആയിട്ട് ചേർക്കുക. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് നമുക്ക് ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മിനിമം അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് നമ്മുടെ ഈ ഒരു ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇൻസൈഡ് ജ്യൂസി ആയിട്ടിരിക്കും ചെറുനാരങ്ങ ചേർക്കുമ്പോൾ. നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ വിനീഗർ ചേർക്കാം. പക്ഷേ ചെറുനാരങ്ങ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യുക. ചെറുനാരങ്ങയുടെ ആ ഒരു ജ്യൂസ് എല്ലാ ഭാഗത്തേക്കും ചിക്കനിലാവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മല്ലിയിലയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് ഞാൻ മാറ്റി വയ്ക്കാൻ പോവാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുക്ക് ചെയ്യുന്നത്.
ഈ സമയത്ത് തക്കാളി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ തക്കാളി കട്ട് ചെയ്യുമ്പോൾ തക്കാളിയുടെ സീഡ്സ് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തക്കാളി തന്നെ എടുക്കുക കേട്ടോ, എങ്കിലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ സീഡ്സും ആ ഫ്ലഷും മാറ്റിയിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഈ ഒരു കനത്തിലാണ് ഞാൻ തക്കാളി കട്ട് ചെയ്തെടുക്കുന്നത്. അധികം വലിയ പീസുമല്ല, അധികം ചെറിയ പീസുമല്ല, മീഡിയം വലിപ്പത്തിലുള്ള പീസുകളായിട്ട്. ഇപ്പോൾ നമ്മൾ തക്കാളിയും മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് ഈ ഒരു തിക്നെസ്സിൽ ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഈ ഓയിലൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലെമൺ ജ്യൂസ് ചേർത്തതുകൊണ്ട് തന്നെ ചിക്കനിൽ കുറച്ച് വെള്ളമുണ്ട് അടിഭാഗത്ത്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ചിക്കൻ ഒന്ന് കുക്കായി തുടങ്ങട്ടെ. ചിക്കനിൽ നിന്ന് നന്നായിട്ട് ജ്യൂസ് ഇറങ്ങി വരും. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിടാം. നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ദോശക്കല്ല്, വലിയ ദോശക്കല്ല് ഉണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലും ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ചപ്പാത്തി പാനിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നുള്ള ജ്യൂസൊക്കെ വറ്റി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണിത്. ജ്യൂസ് കംപ്ലീറ്റ് വറ്റുന്നതിന് മുന്നേ തന്നെ ചേർക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് കംപ്ലീറ്റ് വറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ജ്യൂസ് കംപ്ലീറ്റ് വറ്റുന്നതിന് മുന്നേ തന്നെ പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് മസാല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില, അതുപോലെ തന്നെ പച്ചമുളക്, ഇത്രയും ചേർത്തിട്ട് ഇനി അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഇളക്കുന്നില്ല, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ നമ്മൾ ചിക്കൻ അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആയി. നമുക്കിനി ഒന്ന് ഇളക്കാം. അപ്പോൾ ഇത് വല്ലാതെ ഡ്രൈ ആയി പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ജ്യൂസ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. ഇങ്ങനെ അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മളൊരു 8 മുതൽ 10 മിനിറ്റ് വരെ, നിങ്ങളിപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് എടുക്കുന്നതെങ്കിൽ 8 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്യുക, ഇല്ല നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ 10 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഡ്രൈ ആയി പോവുകയാണെങ്കിൽ ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർക്കാം. വീണ്ടും അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഞാനൊന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വീണ്ടും ലെമൺ ജ്യൂസ് ആഡ് ചെയ്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാരങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്ത ആ ലെമൺ ജ്യൂസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. വീണ്ടും ലെമൺ ജ്യൂസ് ആഡ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, ഒരു പീസ് ചിക്കൻ കഴിച്ചു നോക്കുക. പുളി ഉണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പുളി ഇല്ലെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ തക്കാളി ഒന്ന് കുക്കായി വരണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോഴാണ് ഞാൻ തക്കാളി ചേർത്തത്, ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട്. അതാണ് ഞാൻ 10 മിനിറ്റ് കുക്കിംഗ് ടൈം പറഞ്ഞത്. ഇനി തക്കാളിയും കൂടി ഒന്ന് കുക്കായി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ബട്ടർ ചേർക്കാൻ പോവാണ്.
നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ബട്ടറിന്റെ പകുതിയാണ് ചേർക്കുന്നത്. ബട്ടർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരാൻ വേണ്ടി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇപ്പോൾ ബട്ടർ മെൽറ്റ് ആയിട്ട് നമ്മുടെ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തവ ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി അല്ലേ, അധികം ബുദ്ധിമുട്ടില്ല, അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചിക്കൻ മാത്രം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ഗസ്റ്റിന് സെർവ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഈ വലിപ്പത്തിലുള്ള പീസെങ്കിലും ആണെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ബോൺലെസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉറപ്പായിട്ടും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞ റെസിപ്പി ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്ന ഐക്കണിന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.